മലപ്പുറം എടക്കരയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ റീത്ത് വെച്ചിരിക്കുകയാണ് ബി.ജെ.പി. പ്രവർത്തകർ. ബി.ജെ.പി. പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ടി.കെ. അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് റീത്ത് വെച്ചത്. ഇത് വിവാദമായപ്പോൾ ഇതിനെതിരെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്തെന്ന് വെച്ചാൽ ഇത് പുഷ്പചക്രമാണ്, റീത്തല്ല എന്ന രീതിയിലുള്ള ന്യായീകരണമൊക്കെയായിട്ടാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും സ്വാലിഹുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. സ്വാലിഹ്, ഇത്തരത്തിലൊരു റീത്ത് വെച്ച് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ മഹാത്മാഗാന്ധിജി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. മലപ്പുറം എടക്കരയിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് വിഭജന ഭീതി ദിനത്തിന്റെ ഭാഗമായി ബി.ജെ.പി. ആചരിക്കുന്ന വിഭജന ഭീതി ദിനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ റീത്താണ് കൊണ്ടുപോയി വച്ചത്. ബി.ജെ.പി. പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ടി.കെ. അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി നടന്നത്. വിവാദമായതോടെ ഗാന്ധിക്ക് പുഷ്പചക്രം സമർപ്പിച്ചതാണെന്നാണ് ബി.ജെ.പിയുടെയും അശോക് കുമാറിന്റെയും എല്ലാം പ്രതികരണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് എടക്കരയിൽ ഉയരുന്നത്. ഡിവൈഎഫ്ഐയും പ്രതിഷേധിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് പരാതിയും നൽകിയിട്ടുണ്ട്. ഗാന്ധി പ്രതിമ വൃത്തിയാക്കിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത്. അതായത് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ന്യായീകരണമാണ് ഏറ്റവും നമുക്ക് ഇവരെ ഏത് തരത്തിലാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്. അതായത് പുഷ്പചക്രമാണ്, അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണോ ഈ നേതാക്കൾ എന്ന് നമുക്ക് സംശയം തോന്നില്ലേ? അവർ പറയുന്നത് ആദരവിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതും ഇങ്ങനെ പുഷ്പചക്രം സമർപ്പിച്ചതും എന്നാണ് അശോക് കുമാർ വിശദീകരിച്ചത്. ബി.ജെ.പിയും അത് കാണുന്നത്. പക്ഷേ റീത്താണ്, ഇത് ഗാന്ധിയെ അപമാനിച്ചതാണ് എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമെല്ലാം പറയുന്നത്. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത് ഇന്നലെ വൈകുന്നേരത്താണ്. അതാണ് ഈ പരിപാടി സ്വാഭാവികമായും സംഘടിപ്പിക്കുന്ന, അത് സംഘപരിവാർ പരിപാടിയുടെ ഭാഗമായി നടന്നതുകൊണ്ടുകൂടിയാണ് ഇത് ഗാന്ധിയെ അപമാനിച്ചതാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം. ഇതേ തുടർന്നാണ് വലിയ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. ഗാന്ധി പ്രതിമ വൃത്തിയാക്കിയാണ് ഇന്ന് ഈ പ്രതിഷേധം അറിയിച്ചത്. ഇത് വലിയ ആയതോടെ കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി പോലീസിന് പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്.